മീൻസ് നല്ല വൈബ്. കാരണം ശിവന്റെ കോവിലിൽ പോയപ്പോ ഇത് എന്റെ അമ്മയുടെ കണ്ണുമാറ്റി മലയാളി പോലെയുണ്ട്. പുതുവത്സ തടി താവിട രാജശേഖരൻ കാണുമ്പോ ബ്ലേഡും കൊണ്ട് കീറാൻ തോന്നണമെന്ന് പറയും. എന്റെ അമ്മ ഇങ്ങനെ ഒരു ഡ്രാമ ക്യൂ ആണ് പറഞ്ഞു വെച്ചാ കണ്ണിങ്ങനെയാ. ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ആക്ച്വലി ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. രാവിലെ ചെറിയൊരു തിരക്കായത് കാരണം ചെറിയ ബിസി ആയിരുന്നു, അത് കാരണം വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഓക്കെ ചെറിയൊരു വീഡിയോ മീൻസ് ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടു. അപ്പോൾ ഞാൻ അവിടെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം വ്ളോഗ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോണത് എൻ്റെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോവാണ്. കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെ വലിയ ചെടിയില്ല, മീൻസ് കറ്റവാഴ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് വെള്ളം ഒഴിക്കാൻ പോകണം കേട്ടോ. ആക്ച്വലി ഇവിടെ നല്ല സൗണ്ട് ഉണ്ട്, കാരണം എൻ്റെ വീട് വന്നിട്ടുണ്ടല്ലോ അമ്പലത്തിൻ്റെ അടുത്തത് കാരണം രാവിലെ ഈവനിങ് ടൈമിൽ നല്ല വൈബാണ്. മീൻസ് നല്ല വൈബ്. കാരണം ഒരു ഭക്തി മംഗളകരം പറയില്ലേ, രാവിലെ എണിച്ച് നല്ല രാവിലെ ദൈവത്തിൻ്റെ പാട്ട് കേട്ട് എണിക്കുമ്പോൾ ആ ഒരു ഇതാണ് രാവിലെ. അതുപോലെ ഈവനിങ് 5:30 തൊട്ട് തുടങ്ങും പാട്ട്. ഇങ്ങനെ കണ്ടില്ലേ പാട്ട്, മലയാളം പാട്ടാണ് അമ്പലത്തിൻ്റെ. അപ്പം നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കൊക്കെ വരും. ആക്ച്വലി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ് കേൾക്കുമെന്ന് അറിയില്ല, ബട്ട് സൗണ്ടിൽ സംസാരിക്കും. ഓക്കെ, ഞാൻ ആദ്യം എൻ്റെ കറ്റാവഴിക്ക് വെള്ളം ഒഴിക്കട്ടെ. അധികം ചെടികളൊന്നുമില്ല കേട്ടോ, ഈ കറ്റവാഴ മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ സ്പേസ് ഇല്ലാത്ത കാരണം ചെടി അധികം ഒന്നുമില്ല. പക്ഷെ എനിക്ക് ചെടികൾ വളർത്താൻ ഭയങ്കര ആഗ്രഹമാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട്, മുകളിലുണ്ട് കേട്ടോ ചെടി. പക്ഷെ എനിക്ക് ഞാൻ പറയാം എനിക്ക് ചെടി വയ്ക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ സ്പേസ് ഒന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ വെക്കുകയാണ്. ഇത് ഒരുപാട് വെയിൽ തട്ടുന്ന കാരണം എൻ്റെ കറ്റവാഴിൻ്റെ ഷേപ്പ് കണ്ടില്ലേ മാറുന്നു. മീൻസ് അതിന് കളറില്ലേ ഡല്ലാവാണ്, അല്ലെങ്കിൽ പച്ച കളറായിരിക്കും. ഇപ്പോൾ വന്നിട്ട് കുറച്ച് ഒരു മഞ്ഞ പോലെ ഒരു പീച്ച് കളർ പോലെ ആവുന്നുണ്ട് എൻ്റെ ചെടി. വെയിൽ ഒരുപാട് കൊള്ളുവാണ്. നമ്മളുണ്ടല്ലോ ഇങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈവനിങ് വൈബ്. അവിടെയാണ് കേട്ടോ അമ്പലം, അവിടെയാണ് അമ്പലം. പക്ഷേ ക്യാമറ അമ്പലം കാണില്ല. ഇതുണ്ടല്ലോ എൻ്റെ അനിയൻ ഒരു വട്ടം മറ്റേ ഒരു ശിവൻ്റെ കോവിലിൽ പോയപ്പോൾ കൊണ്ടുവന്ന ഡ്രീം ക്യാച്ചറാണ് ഇത്. ഞങ്ങൾ ആക്ച്വലി പഴയ വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ പുതിയ വീട്ടിൽ വന്നിട്ട് ഇത് വെക്കാനുള്ള സ്ഥലമില്ലാത്ത കാരണം ഞങ്ങളിങ്ങനെ വെളിയിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. കാറ്റടിക്കുമ്പോൾ നല്ല സൗണ്ട് ആയിരിക്കും ഇവിടെ. കണ്ടില്ലേ ചിപ്പികൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. ഹെമോം കുളിച്ചമ്മ ഹായ് പറ. ആക്ച്വലി ചായ വെക്കണം കേട്ടോ, ഞാൻ മടിച്ചായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആക്ച്വലി ഇവിടുന്ന് ഇരുന്നിട്ടുണ്ടല്ലോ ഇവിടെ കാഴ്ചകളൊക്കെ നോക്കുകയാണ്. കണ്ടില്ലേ ആക്ച്വലി ഇവിടെ കാഴ്ചകളൊന്നും ഇല്ല, നാല് വീടും റോഡും മാത്രമേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മ ചായ വെക്കുമോ? അമ്മ വെക്കില്ല പ്ലീസ് മാ, വെക്കുമോ? പാൽ വാങ്ങിക്കാൻ പോണാ? ഓക്കെ, പാൽ വാങ്ങിക്കാം, നമുക്ക് പോവാ. അമ്മ നടക്കാതെയോ? പൈസയാ? നോ മണി നോ മണി നോ മണി നോ മണി. അമ്മയുടെ നോട്ടം നോക്ക്. എന്ത് ചെയ്യും? എല്ലാ പൈസയും കളയാനാ? ഞാൻ എവിടെ പോയുമ്പോ കളയ. ഹലോ. ആക്ച്വലി ഞാൻ ഉണ്ടല്ലോ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചിന്തിക്കും. അതിൽ ഒന്നാണ് വന്നിട്ട് ഞാൻ കുട്ടിക്കാലത്തുണ്ടെന്നറിയ വിചാരിക്കുക. എൻ്റെ കണ്ണ് കണ്ടോ, ഈ കണ്ണൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ട് എനിക്കിവിടുത്തെ മലയാളി ഗേൾസിനെ പോലെ അല്ലെങ്കിൽ കേരളത്തെ ഗേൾസിനെ പോലെ ആണെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. മീൻസ് എന്താണെന്നറിയോ, സംടൈംസ് ഉണ്ടല്ലോ, സംടൈംസ് അല്ല മാക്സിമം ടൈംസിലും എല്ലാവരും എന്നെ കളിയാക്കും കണ്ണിനെ കുറിച്ചിട്ട്. ഇനി ചിലരൊരു മീൻ കണ്ണിനെ പോലെ ഉണ്ട് പറയും, ചിലർ അങ്ങനെ കുട്ടിക്കണ്ണ്. അപ്പോൾ ഫ്രണ്ട്സ് തന്നെ പറയും കേട്ടോ സംടൈംസ് ബ്ലേഡും കൊണ്ടൊക്കെ നിൻ്റെ കണ്ണ് കാണുമ്പോൾ ബ്ലേഡും കൊണ്ട് കീറാൻ തോന്നണമെന്ന് പറയും. മീൻസ് അങ്ങനെയല്ല, ആ സമയത്ത് അവരൊക്കെ പറയുമ്പോഴേ എനിക്കും ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യണം, മീൻസ് അങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് തോന്നും. കാരണം ഉണ്ടല്ലോ കുട്ടികളല്ലേ നമ്മൾ, ആ സമയത്ത്
എല്ലായിടത്തും കാരണം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് തോന്നുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. ഓക്കെ, അവർ പറഞ്ഞത് ശരിയാണെന്ന് ഒക്കെ തോന്നും. പിന്നെ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാനൊക്കെ മീൻസ് ഓപ്പറേഷൻ ചെയ്തിട്ട് എൻ്റെ കണ്ണൊക്കെ കറക്റ്റാക്കിയെന്നൊക്കെ വിചാരിക്കണ്ട ചെറുപ്പത്തിൽ. പിന്നെ നമുക്ക് വിവരമില്ലായ്മ ഒരു ഇതല്ലല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ മീൻസ് സംടൈംസ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇങ്ങനെയൊക്കെ ആണല്ലേ. ആ സമയത്ത് നമുക്ക് ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും. പക്ഷെ ഇപ്പോൾ വന്നിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അയ്യോ കണ്ണും കൂടി ഇങ്ങനെ നോക്കാൻ കിട്ടുന്നു. അയ്യോ പിന്നീടാണ് നമുക്ക് മനസ്സിലായത് കണ്ണ് ഓപ്പറേഷൻ ചെയ്യണത് എന്ന് പറയുന്നത് കാഴ്ചയില്ലാണ്ട് കണ്ണ് ഓപ്പറേഷൻ ചെയ്യില്ല. അപ്പോഴല്ലേ ആ ഒരു ഇത് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ണ് ഓപ്പറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, ഈ കണ്ണ് മൊത്തം ഓപ്പറേഷൻ ചെയ്തെടുത്തിട്ട് കണ്ണ് ഇത് ചെയ്യാണെന്ന് വിചാരിച്ചിട്ടാണ് പണ്ട് കുട്ടിക്കാലത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു, ഓക്കെ അങ്ങനെ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ കണ്ണ് ഇവിടുത്തെ പോലെ ആവുന്നൊക്കെ ഭയങ്കര അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇപ്പോഴും നമുക്ക് കണ്ണൊക്കെ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ ആക്കാട്ടെ. മീൻസ് ഇവിടുത്തെ ഒക്കെ മലയാളി ഗേൾസിനെ പോലെയൊക്കെ ആക്കാം. ബട്ട് അതാക്കിയിട്ട് എന്താ കാര്യം? അതാക്കി വെച്ച് പിന്നെ ഫ്യൂച്ചറിൽ ഫ്യൂച്ചർ ഇൻ കേസ് നമുക്ക് എനിക്ക് കല്ലെങ്കിൽ എൻ്റെ കുട്ടിമക്കളൊക്കെ അയച്ചാൽ അവരുടെ കണ്ണ് എന്നെ പോലെ തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ അവർ വിചാരിക്കില്ലേ ഇത് എൻ്റെ അമ്മയുടെ കണ്ണ് മാറ്റി മലയാളി പോലെയുണ്ട്, എൻ്റെ കണ്ണ് വന്ന് ചൈനക്കാരി പോലെ എന്ന് വിചാരിക്കില്ലേ? ഇല്ലമ്മ, സോറി എൻ്റെ അമ്മ ബാബാ പറഞ്ഞു. എവിടെ പോമ്മ? എവിടേക്ക്? പാൽ വാങ്ങിക്കാൻ പോകണം. ഓക്കെ, ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ച് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ പാൽ വാങ്ങിക്കാൻ പോവാണ്, എന്നിട്ട് ചായ കുടിക്കണം. ഓക്കെ ബാബാ പോവാ. ബാ ഹലോ പറമ്മ. എനിക്കാണ് ബസ് അമ്മ മാത്രം ബസ്സിന് തോന്നിക്കുന്നു. കള്ളമ്മ വേണ്ട, പാല് വാങ്ങണം. പിന്നെന്ത് വാങ്ങിക്കണമ്മ? തിന്നാൻ വാങ്ങിക്കണം. തിന്നാൻ മുറുക്ക് വാങ്ങിക്കണം. മുറുക്ക് മുറുക്ക് തിന്നണം. ഓക്കെ അമ്മ. അപ്പൊ ഞങ്ങളുണ്ടല്ലോ പുറത്ത് വന്നിരിക്കുകയാണ് പാല് വാങ്ങിക്കാൻ. മീൻസ് ഞങ്ങൾ വീട്ടിലെല്ലാവരും പാൽ ചായ കുടിക്കുക. അപ്പോൾ പാല് വാങ്ങിക്കാൻ നേപ്പാളിൽ പോയപ്പോൾ പാല് കിട്ടിയില്ലമ്മ. നേപ്പാളിൽ വെറും കട്ടൻ ചായ ഉപ്പൊക്കെ ഇട്ടിട്ടൊക്കെ കഴിച്ചിട്ടായിരുന്നു. നേപ്പാളിലുണ്ടല്ലോ പാൽ ചായ നമ്മൾ ഭയങ്കര കുറവായിരിക്കും. പിന്നെ വന്നിട്ട് ഉപ്പൊക്കെ ആയിരിക്കും, ചില സംടൈംസ് ഉപ്പൊക്കെ ഇടും ചായയിൽ. കുടിക്കണ കഷ്ടം. അയ്യോ നോക്ക് പേടിപ്പെടുന്നു. ആക്ച്വലി ഈ പറവകളുണ്ടല്ലോ നൈസായിട്ടുണ്ട്. ഗ്യാങ് ആയിട്ട് അവർ കറങ്ങാൻ പോണു കൂട്ടത്തോടെ. കാക്കയോ എന്തിനാ दूध किनेरा किन कहाँ से दूध कहाँ जाने? ആ അപ്പം ഞങ്ങൾ ഇവിടെ നിന്നാണ് പാല് വാങ്ങിക്കുന്നത്. ഞങ്ങളുടെ കോളനിയിൽ ഉള്ളൊരു മിൽമ സ്റ്റോറാണ് കേട്ടോ. ഇവിടെ ആനക്കുട്ടിയുണ്ട്. പുതുവത്സരാശംസകൾ 2024. കണ്ട എനിക്ക് മഴ വയ്ക്കണ അറിയാണ്ടില്ലേ? ഓ ഈ മിൽമേൻ്റെ ഉള്ളിൽ ഫുൾ ആനക്കുട്ടികളുടെ പിക്കാണ്. നോക്കൂ, ആന. വാവ്, ലൈറ്റ് തരുമോ? എനിക്ക് തോന്നുന്നു ഈ ആന പ്രേമിയാന്ന് തോന്നുന്നു ഈ അങ്കിള്. വാവ്, ആനക്കാരല്ലേ? അതെ അതെ. നോക്കൂ ആന. ഈ ആനയുടെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ പേരൊക്കെ ഇതുണ്ട്. ചൈത്രം, അച്ചു, തടിത്താവിള രാജശേഖരൻ, എസ്, എറണാകുളം ശിവകുമാർ. ആക്ച്വലി ഇവിടെ കേരളത്തിലുള്ള എല്ലാ ആനക്കുട്ടികളും ഉണ്ട്. ആനക്കുട്ടികളാണ്, പക്ഷെ ഇതൊക്കെ വലിയ ആനക്കുട്ടിയായി കണ്ടില്ലേ? ഇല്ലെന്ന്. നിങ്ങളുടെ പേരെന്താണ്? രമേശ്. നിങ്ങൾക്ക് ആനകളെ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത്രയും ആനകൾ വെച്ചിരിക്കുന്നത്. അണ്ട ഈ അങ്കിൾക്കല്ലേ ഫുൾ ആനക്കുട്ടിനെ ഇഷ്ടമാണെന്ന്. ആ അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒരു മിൽമേൻ്റെ ഉള്ളിൽ ഇത്രയും ആന. എൻ്റെ അമ്മ ചിരിക്കണതൊക്കെ. ഓക്കെ നോക്ക്, സൂപ്പർ ട്ടാ ഈ അങ്കിളുടെ മിൽമേൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാൻ തന്നത്. ഓ മൈ ഗോഡ്, നോക്കൂ ആന പ്രേമികൾ. സൂപ്പർ. തുമ്പിക്കൈ. ഞങ്ങളങ്ങനെ ആനക്കുട്ടിന്റെ സ്റ്റിക്കർ പിക്ചർ കുറെ കണ്ടു. ഇല്ലമ്മാ
മിസ്സിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഒരു മിൽമൈൻ്റെ ഉള്ളിൽ ഇത്രയും ആനകൾ. അമ്മ കണ്ടിട്ട് ആദ്യം പേടിച്ചു ഇത്. ആക്ച്വലി ഞങ്ങൾ പാല് വാങ്ങിച്ചു കഴിഞ്ഞു. ആ മുറുക്ക് വാങ്ങിച്ചില്ല, വാണി മുറുക്ക് വാങ്ങിച്ചില്ലാന്ന്. നമുക്ക് എപ്പോഴും കഴിക്കുന്നല്ലേ ഫസ്റ്റ്. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് ഇതിൽ കൂടെ തന്നെ പോവാ. പക്ഷെ നമ്പർ ജസ്റ്റ് വാക്കിംഗ് പോലെ റൗണ്ട് അടിച്ചിട്ട് അങ്ങനെ പോവാന്ന് വെച്ചു. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് വാക്കിംഗ് വന്നിരിക്കുകയാണ്. ഇത് കുറെ നായ്ക്കൾ കുറയ്ക്കണ്ട്, എവിടെ നിന്ന് കടി കിട്ടുമെന്ന് അറിയില്ല. വരിക 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 എൻ്റെ അച്ഛൻ. എന്താണ് അച്ഛാ അത്? കോപ്പി. അപ്പോൾ എൻ്റെ അച്ഛൻ ഉണ്ടല്ലോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചായ ഈ ഗ്ലാസ് വേണം, ഈ ഗ്ലാസ് എടുക്കുക. അപ്പോൾ ഇത് കുടിക്കാൻ ഈസിയാവും. ഇതേപോലെ നിങ്ങളുടെ വീട്ടിലും ആരെങ്കിലും അച്ഛന്മാർ ചായ ഉണ്ടാക്കി തരുമോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിക്കുന്നത് ആരെന്ന് അറിയുന്നത്? ഇന്ന് ഫുഡ് കഴിക്കുന്നത് എൻ്റെ അച്ഛനാണ്. ഇല്ല അമ്മ? അച്ഛൻ അല്ല അച്ഛാ? എന്താ വെക്കുന്നത്? അതിൽ ചോറ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ചട്ടിയിൽ, മീൻസ് കലത്തിൽ. അപ്പം ഞങ്ങൾ ഇന്ന് കോളിഫ്ലവർ വയ്ക്കാൻ പോകില്ല അച്ഛാ. കോളിഫ്ലവർ എങ്ങനെ വെക്കണതെന്ന് ചുരുക്കത്തിൽ പറഞ്ഞു കൊടുക്കോ? ചുരുക്കത്തിൽ പറയാൻ പറ്റില്ല. അപ്പൊ എൻ്റെ അച്ഛൻ കഴി വയ്ക്കാൻ പോവാണ്. അപ്പൊ ഇത്ര നേരം ഞാൻ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായി, ജസ്റ്റ് ലൈക്ക് ചെയ്യാം. ഓക്കെ അല്ലേ അച്ഛാ? യെസ്സാ. നേരെ പറ അച്ഛാ, നേരെ പറ. ഈ അച്ഛൻ ഭയങ്കര സ്ലോ ആണ്. അതെ ഇപ്പൊ പറ. കാലിഫ്ലവർ അല്ല, കോളിഫ്ലവർ. കോളിഫ്ലവർ നേപ്പണ്ണക്കേ പോഞ്ചാ. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ കോളിഫ്ലവറിന് പൂഗോസ് എന്ന് പറഞ്ഞ് ഞാൻ കേൾക്കുന്നത്. ഹോ, ഭയങ്കര ടയേർഡ് പണി ചെയ്തിട്ട്. അച്ഛൻ കേട്ട എൻ്റെ അച്ഛൻ പണി ചെയ്തിട്ട് എനിക്ക് ടയേർഡായി ഞാൻ പറയണത്. ആക്ച്വലി ഇന്ന് എൻ്റെ അച്ഛൻ പണിക്ക് പോയിട്ടില്ല. അത് കാരണമാണ് എൻ്റെ അച്ഛൻ ഇന്ന് ഫുഡ് ഉണ്ടാക്കണത്. ഇല്ല അച്ഛാ? വേറെ നീ പറയണ്ട? വേറെ ഒന്നുമില്ല. എന്താണ് അച്ഛാ അച്ഛനെ കണ്ട എൻ്റെ ഏട്ടെന്ന് പറയണത്? മോൻ നോക്കട്ടെ, ഇവിടെ നോക്കി പറ. ഏതാ നിന്റെ അടുത്ത് നിൽക്കണത്? നിന്റെ ഏട്ടനെ പോലെ ഇല്ലേ? ഹോ മൈ ഗോഡ്, അങ്ങനൊന്നും പറയല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ എൻ്റെ അച്ഛനെ പിടിച്ചാൽ കിട്ടില്ല. ഇല്ലെങ്കിലേ ഇനിയിപ്പോ അതും കൂടി പറഞ്ഞ പിന്നെ അച്ഛൻ്റെ ചിരി കണ്ടില്ലേ? കണ്ടേ? ஆக்சுவலி இந்த மூஞ்சியை பார்த்தா அண்ணனை மாதிரி இருக்குதா? நீங்களே சொல்லுங்கப்பா. അയ്യോ അയ്യ. അപ്പോൾ എൻ്റെ അച്ഛൻ എന്താ കോളിഫ്ലവർ ഉണ്ടാക്കാട്ടാ. ഇവിടെ ചോറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതായി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കോളിഫ്ലവർ കറി ഉണ്ടാക്കിയത് കാണിച്ചാൽ വിചാരിച്ചു. ബട്ട് കാണിച്ചു തരാൻ പറ്റില്ല ഗായ്, സോറി. കാരണം ഞാൻ മൈലഞ്ചിനം പോവാണ്. കാരണം ഇപ്പം എൻ്റെ അമ്മയുടെ ടേൺ ആണ്, കണ്ടില്ലേ? ഇല്ലമ്മ, ഇനി അടുത്തത് ഞാനിടാൻ പോകണം. അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റൂല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അമ്മയ്ക്ക് ഉറക്കം വന്നു, അതിനിടെ ഞാനിത് പിടിച്ച് വലിച്ച് മൈലേജിട്ട് കൊടുക്കുകയാണ്. ഇല്ലമ്മ, ഉറക്കം വേണ്ട? അമ്മ ഉറക്കം വരട്ടെ. അമ്മ ടാറ്റ പറ. ടാറ്റ ബൈ ബൈ പറമ്മ. എൻ്റെ അമ്മ ഇങ്ങനെ ഒരു ഡ്രാമ ക്യൂ ആണ് പറഞ്ഞു വെച്ചാൽ കണ്ണിങ്ങനെ അടക്കണില്ലേ? ടാറ്റ ബൈ ബൈ പറ. ബൈ ബൈ.